നോമിനേഷൻ തീർച്ചയായിട്ടും ഇന്ന് പലരുടെയും മുഖങ്ങൾ വലിച്ചു മുറുക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ അത് പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം നോമിനേഷൻ എന്ന് പറയുന്നത് ഇത്തവണ സ്പെഷ്യലാണ്, ഓപ്പൺ നോമിനേഷൻ ആണ് ഇത്തവണ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. എല്ലാവരും മുന്നിൽ വന്നു നിന്ന് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ പ്രോമോയിൽ കാണിച്ചിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഷാനവാസ് നെവിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നത്, അതായത് ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നു ആ അടിക്ക് ശേഷമാണ് ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് അക്ബർ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു, ജിസയില് ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഭിലാഷ് വന്നിട്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അതായത് ഇന്ന് നടന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഷാനവാസ് നെവിനെ നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോമിനേഷനാണ് അവിടെ അഭിലാഷ് നടത്തിയത്. എന്തായാലും ഇന്ന് പലരും പല തരത്തിൽ കാര്യങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് പലരുടെയും മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. സോ ഇന്നത്തെ നോമിനേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെ എത്ര പേരൊക്കെ നോമിനേഷനിൽ വരും എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.